സ്റ്റോറി ഇടയ്ക്ക് വെച്ച് നിന്ന് പോയോ, ഇതെന്നാ ഇത്രയും ഗ്യാപ്പ് എന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ടാവും കസ്റ്റമേഴ്സ്. നമുക്ക് ഇവിടേക്ക് കുറേ പേരൊക്കെ കമൻറ്റ് അടക്കം ചെയ്തു, എനിക്ക് പേഴ്സണൽ മെസ്സേജ് അയക്കുകയും ചെയ്തു. അത് കണ്ടപ്പോൾ ഒരു സന്തോഷമുണ്ട് കേട്ടോ. എൻ്റെ സ്റ്റോറിക്ക് വേണ്ടിയിട്ട് കുറച്ച് പേരെങ്കിലും വെയിറ്റ് ചെയ്തിരിക്കുന്നല്ലോ എന്ന് ഓർത്തപ്പം. അപ്പോൾ ഇതിൻ്റെ അടുത്ത് വന്ന ഗ്യാപ്പിൻ്റെ റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഷോപ്പിൻ്റെ സ്റ്റോക്ക് എടുക്കലും അത് കഴിഞ്ഞിട്ട് പിന്നെ പുതിയ സ്റ്റോക്ക് എടുക്കണമല്ലോ. അപ്പോൾ അന്നേരത്തേക്കിന് സ്റ്റോക്ക് വെക്കണമെങ്കിൽ അതിന് പർച്ചേസിങ്ങിന് പോകണം. പർച്ചേസിങ്ങും ഒക്കെ ആയിട്ട് കുറച്ച് തിരക്കായിരുന്നു. പിന്നെ ഈ ഷോപ്പിൻ്റെ അല്ലാതെ നമ്മുടെ ഇവിടുത്തെ ഓൺലൈൻ്റെ വീഡിയോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എപ്പോഴെങ്കിലും ടൈം കിട്ടുമ്പോൾ ഓടി വന്ന് എടുത്ത് വെക്കുന്ന വീഡിയോസ് ആയിരുന്നു. ഈ വീഡിയോ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഞാൻ കുറച്ച് ഫ്രീ ആയിരിക്കണം, റിലാക്സ്ഡ് ആയിട്ട് വേണമല്ലോ, എൻ്റെ കഥയാണല്ലോ ഞാൻ പറയുന്നതല്ലേ. അപ്പം ഞാൻ പറഞ്ഞു നിർത്തിയേക്കുന്നത് ഖത്തറിൽ ഞാൻ വിസിറ്റിങ്ങിന് പോയ കാര്യം. അവിടെ ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിനും 3 മാസത്തെ വിസിറ്റിങ്ങിൽ ചേട്ടായുടെ വിസയിൽ ഞാൻ പോയതായിരുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞ് കഴിയുമ്പം നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്താ, ഹമദ് ഹോസ്പിറ്റലിൽ ജോലിക്ക് കയറുക. ഒരു ഡ്രീമായിട്ട് നമ്മൾ കൊണ്ടുനടക്കുന്ന ഒരു കാര്യമാണ്. അവിടെയും പോയിട്ട് അപ്ലൈ ചെയ്തു. അതേപോലെ തന്നെ കുറേ പ്രൈവറ്റ് ഹോസ്പിറ്റൽ എല്ലായിടത്തും നിരത്തി പിടിച്ചു കൊടുത്തു. എവിടെയെങ്കിലുമൊക്കെ ഒന്ന് കിട്ടിയാലല്ലേ ചേട്ടായുടെ കൂടെ നിൽക്കാൻ പറ്റുള്ളൂ. അങ്ങനെ അവിടുന്ന് ഹമദ് ഹോസ്പിറ്റലിൽ നിന്ന് ഇൻ്റർവ്യൂവിന് വിളിച്ചു അവിടുന്ന് സെലക്ഷൻ ആയത് NICUയിലേക്കായിരുന്നു. എൻ്റെ പ്രീവിയസ് എക്സ്പീരിയൻസ് മെഡിക്കൽ കോളേജിലെ എക്സ്പീരിയൻസ് ആയിരുന്ന സ്ഥലത്തേക്ക് തന്നെ. അപ്പോൾ അവിടെ കഴിഞ്ഞപ്പം അവിടുന്ന് ലോക്കലി എടുക്കുള്ളൂ മീൻസ് നമുക്ക് ഈ പറഞ്ഞ കുറേ അലവൻസുകളും കാര്യങ്ങളും ഒന്നും കിട്ടത്തില്ല. അതായത് ഹൗസിംഗ് അലവൻസ് ഓൾമോസ്റ്റ് ഞാൻ പോരാനായ സമയത്ത് ഇന്ത്യൻ റുപ്പീസ് പറയുകയാണെങ്കിൽ ഒരു 1 lakhന് മുകളിൽ നമുക്ക് ഹൗസിംഗ് അലവൻസ് ഉണ്ടായിരുന്നു കേട്ടോ. ഹമദിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ അറിയാം. അപ്പം അത്രയും അലവൻസ്, പിന്നെ പിള്ളേരുടെ സ്പോൺസർഷിപ്പ്, ട്രാൻസ്പോർട്ടേഷൻ അലവൻസ്, കുറേ അലവൻസുകളൊന്നും കിട്ടത്തില്ല. ആ ഒരു ബേസിക് സാലറി പ്ലസ് ഞാൻ ഓർക്കുന്നില്ല കറക്റ്റായിട്ട്, വേറെ എന്തോ ഒരു കുഞ്ഞൊരു എമൗണ്ടും കൂടെ മാത്രം. പക്ഷേ എന്നാൽ പോലും അതുപോലും 1.5 ലക്ഷം രൂപ ഇന്ത്യൻ റുപ്പീസ് പെർ മന്ത് സാലറി. നാട്ടിലെനിക്ക് കിട്ടിക്കൊണ്ടിരുന്നത് 10,000 രൂപയായിരുന്നു. 10,000 രൂപ എന്ന് വെച്ച് നോക്കുമ്പോൾ 1.5 ലക്ഷം എന്ന് പറയുന്ന ഒരു ഭയങ്കര ഡിഫറൻസ് അല്ലേ. വീട്ടുകാർ പറഞ്ഞു ഒന്നും നോക്കണ്ട, നേരെ കയറിയിട്ട് ആ ഒരു ഓഫർ ലെറ്റർ സൈൻ ചെയ്താൽ വേഗം ജോലിക്കും കയറിക്കോളാൻ പറഞ്ഞു. അപ്പം നമ്മൾ പറയില്ല, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എടുക്കുന്ന ചില ഡിസിഷൻസ് നമുക്കും തോന്നും തെറ്റിയോ, ഇല്ല, നമ്മൾ ഒരു പ്രാർത്ഥിച്ച് നമ്മൾ ദൈവത്തോട് ചോദിച്ച് നമ്മൾ എടുക്കുന്ന ഒരു ഡിസിഷൻസ് നമുക്ക് തെറ്റാറില്ല. അങ്ങനെ ഞാനും ചേട്ടായും ഞങ്ങളുടെ ചേട്ടൻ മീൻസ് ഹസ്ബൻഡിൻ്റെ ബിന്ദട്ടയുടെ ചേട്ടൻ അച്ഛനാണ്, മീൻസ് ഒരു പ്രീസ്റ്റാണ്. ചേട്ടായിനോടൊക്കെ അഭിപ്രായം ചോദിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് അവിടെ നിന്ന് നന്നായിട്ട് ഞങ്ങളൊരാൾ ഞങ്ങളോട് പറഞ്ഞിരുന്നു, അവിടുന്ന് നമ്മൾ അങ്ങനെ ലോക്കലി കയറുമ്പം അന്നേരം നമുക്കതൊരു ഹ്യൂജ് മീൻസ് വലിയൊരു സാലറി ആയിട്ട് തോന്നും. പക്ഷെ നമ്മൾ പിന്നീട് വന്ന് അവിടെ ഒന്ന് സെറ്റിലായി നമുക്കൊരു വീടെടുക്കണം, കുറച്ച് കഴിയുമ്പോൾ പിള്ളേരാകും, പിള്ളേരുടെ ചിലവുകൾ, സ്കൂള്, അന്നേരമൊക്കെ നമുക്ക് പിന്നീട് നോക്കുമ്പം ഒരിക്കലും ഇത് നമുക്ക് അയ്യോ വേണ്ടായിരുന്നു, ഓവർസീസിൽ തന്നെ വന്നാൽ മതിയായിരുന്നു എന്ന് അന്ന് നമുക്ക് തോന്നും. പക്ഷെ അന്നേരം നമുക്ക് തോന്നുമ്പോൾ അതുകൊണ്ട് കാര്യം ഉണ്ടാകുകയില്ല. നമ്മൾ വൺസ് അതിൽ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിൽ നിന്ന് മാറാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഈ 10,000 വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഞാൻ ആ ഒരു 1.5 ലക്ഷത്തിൻ്റെ ഓഫർ ലെറ്റർ വേണ്ടാന്ന് വെച്ച് തിരിച്ച് നാട്ടി വന്നു. അപ്പോൾ 2 വീട്ടുകാരുടെയും നാട്ടുകാരുടെയൊക്കെ ആ ഒരു മുഖഭാവവും ഇതും ഒക്കെ മാറി. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 10,000 ജോലി ചെയ്തുകൊണ്ടിരുന്ന ഇവൾക്ക് 1.5 ലക്ഷം രൂപയുടെ സാലറിക്ക് ഉള്ളത് കിട്ടിയിട്ട് വേണ്ടെന്ന് വെച്ചിട്ട് വന്നേക്കുക എന്നുള്ള രീതിയിൽ ആദ്യം വന്ന സമയത്ത് അത്യാവശ്യം നല്ല കുത്തലുകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എൻ്റെ തീരുമാനത്തിലും ചേട്ടായുടെ തീരുമാനത്തിലും ഞങ്ങൾ ഉറച്ചു നിന്നു. ഇല്ല, ഞാൻ വൺസ് കയറുവാണെങ്കിൽ ഹമദിൽ കയറുവാണെങ്കിൽ എനിക്ക് ഓവർസീസ് ആയിട്ട് തന്നെ കയറണം എന്നുള്ള ആ ഒരു ഇതും കൊണ്ട് തന്നെ ഞാൻ വന്ന് അവിടുന്ന് തന്നെ എൻ്റെ ഫ്രണ്ട്സും ഒക്കെ സജസ്റ്റ് ചെയ്തതാണ് കോഴിക്കോട് മിംസ് ഹോസ്പിറ്റലിൽ കയറാൻ വേണ്ടിയിട്ട്. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഒരു ലൈഫിൻ്റെ ഒരു ടേണിംഗ് പോയിന്റ് എന്ന് പറയും. എൻ്റെ മിംസ് എക്സ്പീരിയൻസ് എന്നെ ഇന്ന് ഈ കാണുന്ന ഞാനാക്കിയതിലൊരു വലിയ പങ്ക് വഹിച്ചേക്കുന്ന ഒരു സ്ഥലമാണ് മിംസ്. ഞാൻ ഏത് വെക്കേഷനും ഞാൻ ഖത്തറിൽ നിന്ന് വന്നിട്ടുണ്ടെങ്കിലും ഞാൻ ആദ്യം ഓടിച്ചെല്ലുമായിരുന്നു എൻ്റെ NICUയിൽ, എൻ്റെ പ്രീത മാഡത്തിൻ്റെ അടുത്ത്, എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത്, എന്നെ ഞാനാക്കിയ മിംസിൻ്റെ അടുത്ത്. എല്ലാവർക്കും ഉണ്ടാവില്ലേ അങ്ങനെയൊക്കെ ഒരു സ്ഥലം. എന്നെ അങ്ങനെ ആക്കിയൊരു സ്ഥലമായിരുന്നു കേട്ടോ. കാരണം ഞാൻ അവിടെ നിന്ന് തിരിച്ച് നാട്ടിൽ വന്ന് മിംസിൽ ജോയിൻ ചെയ്തു. എനിക്ക് എൻ്റെ ഭാഗ്യത്തിനോ എന്തോ ദൈവാനുഗ്രഹം കൊണ്ട് എനിക്ക് NICU തന്നെ എനിക്ക് കിട്ടി. ചെന്ന് ഒരു 5-6 മാസം ജസ്റ്റ് ഒരു സ്റ്റാഫ് നേഴ്സായിട്ട് ഒരു കോർണറിൽ ഞാനും എൻ്റെ പേഷ്യൻറ്റും കുഞ്ഞു ബേബിയായിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഡിപ്പാർട്ട്മെൻ്റ് ആട്ടോ. ഞാൻ വർക്ക് ചെയ്ത മുന്നേ ഓൾമോസ്റ്റ് ആദ്യത്തെ ആ ഒരു ഓർത്തോ കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി മൊത്തം തന്നെ ഞാൻ പിള്ളേരുടെ കൂട്ടത്തിലായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിള്ളേരെയും, മീൻസ് പീഡിയാട്രിക് എമർജൻസിയും NICU ആയിരുന്നു എൻ്റെ എക്സ്പീരിയൻസ് മൊത്തം. അപ്പം കുഞ്ഞു ബേബീസിൻ്റെ കൂടെ ആയിരുന്നുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഏതെങ്കിലും ഒരു കോർണറിൽ കുഞ്ഞുവാവിനെ നോക്കി കളിപ്പിച്ചുകൊണ്ടിരുന്നാൽ മതിയായിരുന്നല്ലോ. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു 5-6 മാസം കഴിഞ്ഞ് കാണും. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഭയങ്കര സൈലൻ്റ് ആയിട്ടുള്ളൊരു കൊച്ചായിരുന്നു, ഒട്ടും ആക്റ്റീവേ അല്ലായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ അവിടെ കുറേ സീനിയർ ടീം ലീഡേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗൾഫിലെ അല്ലെ ബാക്കിയുള്ള റീജിയൻസിലൊക്കെ ഷിഫ്റ്റ് ഇൻചാർജ് എന്ന് പറഞ്ഞ പൊസിഷനാട്ടോ. അതായത് ആ ടീമിലെ ലീഡർ ആരാണോ കാര്യങ്ങളൊക്കെ ഡിസൈഡ് ചെയ്യുന്നത് ആ ഒരു പൊസിഷനിലുള്ളൊരു നഴ്സ്. ടീം ലീഡേഴ്സ് കുറേ പേരുടെ കല്യാണം, കുറേ പേരുടെ റെസിഗ്നേഷനൊക്കെ വന്നു കഴിഞ്ഞപ്പം ആരാണ് അടുത്ത ടീം ലീഡർ എന്നുള്ളൊരു ഡിസ്കഷൻ വന്നു. അപ്പോൾ ഈ പ്രീത മാഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നിപ്പോൾ എനിക്ക് മാഡത്തിനെ ഓടിപ്പോയിട്ട് കെട്ടിപ്പിടിക്കാനുള്ളൊരു റൈറ്റൊക്കെ ഉണ്ട്. പക്ഷേ അന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാഡം കയറി വരുമ്പോഴത്തേക്കിന് ഇങ്ങനെ മുട്ടൊക്കെ കൂട്ടിയിടിക്കുന്നു പറയത്തില്ലേ, അത്രയും പേടിയുള്ളൊരു മാഡമായിരുന്നു. പക്ഷേ ഞങ്ങളെ ഇങ്ങനെ എന്താ പറയുക, തള്ളക്കോഴി ചിറകിൻ കീഴ് വെക്കുന്ന പോലെ സൂപ്പർവൈസേഴ്സിൽ നിന്നും ഇൻഫെക്ഷൻ കൺട്രോളിൽ നിന്നും ഒക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുകയും ചെയ്യും. ഭയങ്കര കെയറിങ്ങും ഭയങ്കര ഇതുമായിരുന്നു. പക്ഷേ ഞങ്ങൾക്കെല്ലാം ഭയങ്കര പേടിയായിരുന്നു കേട്ടോ അന്ന് കാലത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ പ്രീത മാഡം വന്നു കഴിഞ്ഞിട്ട്
ഇങ്ങനെ ബാക്കിൽ ഞാനിങ്ങനെ നിൽക്കുകയാണ്. പ്രീത മാഡം ഞങ്ങളുടെ ഇൻചാർജ് ദീപ ചേച്ചി ഉണ്ടായിരുന്നു. അത് ഇൻചാർജ് എന്ന് പറഞ്ഞാൽ അന്നാ പറയുന്നത് ഇവിടുത്തെ നാട്ടിലത്തെ ഇതിൽ ഹെഡ് നേഴ്സ്. ദീപ ചേച്ചിയും പ്രീത മാഡം ഇങ്ങനെ ആരാ മാഡം അടുത്ത ടീം ലീഡർ ഇങ്ങനെ ആക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം ഞാനതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമേ അല്ല. ഞാനിങ്ങനെ വളരെ കൂൾ റിലാക്സ്ഡ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് പറഞ്ഞു, ഓക്കെ ലിൻഡ, യു വിൽ ബി ദ നെക്സ്റ്റ് ടീം ലീഡർ എന്ന്. എൻ്റെ ചെവി കൂടെ ഇങ്ങനെ കിളി പാറുക എന്ന് പറഞ്ഞില്ല, നമ്മുടെ മണിച്ചത്താഴിനകത്ത് പപ്പുവിൻ്റെ ചെവി കൂടെ കിളി പാറിയില്ലേ, അതുപോലത്തെ ഒരു അവസ്ഥയിൽ ഞാൻ അവിടുന്ന് അപ്പം ഞാനിങ്ങനെ നിലത്തോട്ട് വീഴുന്നു. കാരണം എൻ്റെ മനസ്സിൽ ആ സമയത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടീം ലീഡർ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അവരനുഭവിക്കുന്ന ആ ഒരു ടെൻഷൻ, സ്ട്രെസ്, ആ ഒരു ഷിഫ്റ്റിലെ മൊത്തം ആ പിള്ളേരുടെ മുഴുവൻ ഉത്തരവാദിത്വം അതൊന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ അവർ ശ്വാസം വിടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം അത്രയും ടെൻഷൻ പിടിച്ചൊരു ഡ്യൂട്ടിയാണ് ടീം ലീഡറിൻ്റെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതിനിടയ്ക്ക് മാഡത്തിൻ്റെ ഒരു 100 കോള് വരും. ഇത്രാമത്തെ ബെഡിൽ കിടക്കുന്ന ഇന്ന ബേബിക്ക് എത്രാമത്തെ ഡോസ് ആൻറ്റിബയോട്ടിക്കാണ് പോകുന്നതെന്നുള്ളത് നമ്മുടെ തലയിലുണ്ടാവണം. അങ്ങനെ കെയർഫുൾ ആയിട്ടിരിക്കുന്ന ഒരു ഷിഫ്റ്റ് മീൻസ് ഒരു ഡ്യൂട്ടിയാണ് ഈ ഒരു ടീം ലീഡറിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതെല്ലാം കൂടി ഇങ്ങനെ എൻ്റെ മനസ്സിൽ കൂടെ പോയപ്പോഴത്തേക്കിനും ഞാൻ അവിടെ തലയിറങ്ങി വീഴുമോ എന്നുള്ള ടെൻഷനായിരുന്നു എനിക്ക്. അങ്ങനെ ഞാൻ ഒറ്റ തിരിഞ്ഞ് നോക്കി ഞാൻ പറഞ്ഞു, മാഡം നോ. ഞാൻ ആദ്യം പറഞ്ഞ വാക്കതാ, നോ, യു വിൽ ബി ദ നെക്സ്റ്റ് ടീം ലീഡർ. അതോടെ എൻ്റെ ശ്വാസം പോയി. ബാക്കി ഇനിയിപ്പോൾ നാളെ പറയാം കേട്ടോ. ഇനിയിപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ കഥ പറയാമെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് എല്ലാവർക്കും തന്നെ ഫെമിലർ ആയിരിക്കും. നമ്മൾ പ്രീ ബുക്കിംഗ് എടുത്തൊരു പ്രൊഡക്റ്റ് ആയിരുന്നു. അതിപ്പോൾ വീണ്ടും നമ്മൾ കസ്റ്റമേഴ്സ് ഓൺ ഡിമാൻഡും കൊണ്ട് റെഡി ടു ഡിസ്പാച്ചിലേക്ക് കൊണ്ടുവന്നേക്കും കേട്ടോ. എവർ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു കോമ്പിനേഷനും കൂടെയാണ് നമ്മുടെ ഒരു റെഡിഷ് മെറൂൺ ആൻഡ് ബ്ലാക്ക് എന്ന് പറയുന്നത്. അതിൻ്റെ കൂട്ടത്തിലേക്ക് ചിക്കു കളറിലെ പ്രിന്റുകളും കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് ഒരു ഫ്രണ്ടിലേക്കായിട്ട് പാനൽ കട്ടും ബാക്കിലേക്ക് പ്ലെയിൻ എയർലൈൻ കട്ടിങ്ങും ആയിട്ടാണ് വന്നേക്കുന്നത്. സൈഡ് ഓപ്പൺ ഇല്ല കേട്ടോ, വിത്തൗട്ട് ലൈനിങ് ആണ്. ബോട്ടം ആ ഒരു സെയിം ഫാബ്രിക്കും കൊണ്ട് തന്നെ വന്നേക്കുന്നത്. നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഫിറ്റിംഗ്. ഞാനിപ്പോൾ ലാർജ് സൈസ് തന്നെ ഇട്ടേക്കുന്നത്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വേഗം തന്നെ റെഡി ടു ഡിസ്പാച്ച് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തീർന്നു പോകാൻ ചാൻസ് ഉണ്ട്. വേഗം തന്നെ ഓർഡേഴ്സ് പ്ലേസ് ചെയ്തോളാം.